ഇന്ന് നമുക്ക് പാൽക്കപ്പ ഉണ്ടാക്കിയാലോ? അതിനാവശ്യമുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കപ്പ 1.5 കിലോ ചെറിയ കഷ്ണങ്ങളായി നുറുക്കിയത്, തേങ്ങാപ്പാൽ 3 കപ്പ്, ചെറിയുള്ളി ചെറുത് 12 എണ്ണം, ഇഞ്ചി ചെറിയ കഷ്ണം, വെളിച്ചെണ്ണ 2 ടേബിൾ സ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, വെളുത്തുള്ളി 2 അല്ലി, പച്ചമുളക് 3 എണ്ണം, കറിവേപ്പില, കടുക്, വറ്റൽമുളക്. കപ്പ വേവിക്കാൻ ആവശ്യമായ വെള്ളം. ഒരു പാത്രം അടുപ്പിൽ വെച്ച് കപ്പ വേവിക്കാൻ ആവശ്യമായ വെള്ളം ഒഴിക്കുക. വെള്ളം തിളച്ച് വരുമ്പോൾ നേരത്തെ നുറുക്കി വെച്ച കപ്പയും അതിനാവശ്യമായ ഉപ്പും ചേർത്ത് അടച്ചു വെച്ച് വേവിക്കണം. കപ്പ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന വിധത്തിൽ വെള്ളം ഒഴിക്കണം. ഇടയ്ക്ക് തുറന്ന് ഇളക്കി യോജിപ്പിക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ കുക്കറിലും കപ്പ വേവിക്കാവുന്നതാണ്. ഈ സമയത്ത് ഒരു ഇടികല്ലിൽ ചെറിയുള്ളി, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി എന്നിവ ചതച്ചെടുക്കുക. ഇവയെല്ലാം ഒരു മിക്സി ജാറിലിട്ട് ക്രഷ് ചെയ്തെടുത്താലും മതിയാകും. ഇതിനിടയിൽ കപ്പയുടെ വേവ് നോക്കണം. ഞാനെടുത്ത 2 പീസ് കപ്പയിൽ ഒരെണ്ണം വേവ് കൂടുതലും ഒരെണ്ണം വേവ് കുറവുമായിരുന്നു. നിങ്ങൾ എടുക്കുമ്പോൾ ഒരേ വേവുള്ള കപ്പ എടുക്കാൻ ശ്രദ്ധിക്കണം. കപ്പ ഏതാണ്ട് വേവായി കഴിഞ്ഞാൽ ഗ്യാസ് ഓഫ് ചെയ്യുക. കപ്പയിലെ വെള്ളം മുഴുവൻ ഊറ്റിക്കളഞ്ഞ് മാറ്റി വയ്ക്കുക. അതിനുശേഷം മറ്റൊരു പാൻ അടുപ്പിൽ വെച്ച് വേവിച്ച് വെച്ച കപ്പ ചേർത്ത് നന്നായി ഉടയ്ക്കുക. അതിനുശേഷം നേരത്തെ ചതച്ച് വെച്ച ചെറിയുള്ളി പകുതി മാത്രം ചേർക്കുക. പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എന്നിവയും ചേർക്കാം. നന്നായി യോജിപ്പിക്കുക. അതിലേക്ക് 3 കപ്പ് തേങ്ങാപ്പാൽ ഒഴിക്കുക. ഇവയെല്ലാം നന്നായി യോജിപ്പിച്ച ശേഷം അടച്ചു വെച്ച് വേവിക്കുക. ഇടയ്ക്ക് തുറന്ന് നോക്കി ഇളക്കി യോജിപ്പിക്കണം. ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോൾ തന്നെ നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റി വെക്കാം. അല്ലെങ്കിൽ തണുക്കുമ്പോൾ ഇത് കൂടുതൽ കട്ടിയാവാൻ സാധ്യതയുണ്ട്. താളിക്കാനായി ഒരു പാൻ അടുപ്പിൽ വെക്കുക. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. എണ്ണ ചൂടാകുമ്പോൾ കടുകും വറ്റൽമുളകും ചേർത്ത് പൊട്ടി വരുമ്പോൾ കറിവേപ്പിലയും നേരത്തെ ചതച്ച് മാറ്റി വെച്ച ചെറിയുള്ളിയും ചേർത്ത് വഴറ്റുക. ഏതാണ്ട് ബ്രൗൺ നിറമാകുന്നത് വരെ വഴറ്റണം. ഈ കൂട്ട് നേരത്തെ തയ്യാറാക്കിയ പാൽക്കപ്പയിലേക്ക് ചേർക്കാം. അങ്ങനെ വളരെ എളുപ്പത്തിൽ പാൽക്കപ്പ തയ്യാറാക്കാം. മീൻ കറിയുടെ കൂടെയും ചിക്കൻ കറിയുടെ കൂടെയും നല്ല കോമ്പിനേഷനാണ്. അല്ലാതെ ഇത് മാത്രമായും കഴിക്കാവുന്നതാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കി അഭിപ്രായം പറയുക.